ഭർത്താവിൻ്റെ ജോലി സ്ഥലമായ ആഫ്രിക്കയിലേക്ക് താമസം മാറ്റി. 3 വർഷം കഴിഞ്ഞാണ് തിരിച്ചെത്തിയത്. എന്നെ അലട്ടിയ മറ്റൊരു കുടുംബ പ്രശ്നമുണ്ടായപ്പോൾ അപ്രതീക്ഷിതമായി മൊയ്തീൻ ഓഫീസിലെത്തുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു. എന്നെ രക്ഷിക്കാൻ ഞാൻ വിളിക്കാതെ തന്നെ ഈശ്വരൻ ദേവദൂതനെ അയച്ചിരിക്കുന്നു. ആ പ്രശ്നവും തീർന്നു. പിന്നീട് പല പ്രശ്നങ്ങളിൽ ഞാൻ ആത്മഹത്യയുടെ വക്കിലെത്തി. ആത്മഹത്യാക്കുറിപ്പ് തയ്യാറാക്കി ഓഫീസിൽ നിന്ന് എൻ്റെ ഹാൻഡ് ബാഗിൽ വെച്ചു. അതാ വരുന്ന മൊയ്തീൻ. എന്തോരോ അത്ഭുതം! ഞാൻ അന്ന് ഞങ്ങളുടെ ഓഫീസിലുള്ള വീട്ടിലാണ് താമസിക്കുന്നത്. സ്ത്രീയാണ് ഓഫീസിൽ താമസിക്കുന്നത്. ഞാൻ എൻ്റെ സുഹൃത്തിനെയും അവളുടെ ഭർത്താവിനെയും വിവരം അറിയിച്ചു. അവർ കാണാൻ ആഗ്രഹിച്ച മൊയ്തീൻ വന്നിരിക്കുന്നു. ഞാനും മൊയ്തീനും ഓഫീസറുമൊത്ത് അവരുടെ വീട്ടിലേക്ക് പോയി. എൻ്റെ സുഹൃത്തും ഭർത്താവും മോഹനും അവിടെ എത്തി. മോഹനൻ എൻ്റെ ഹാൻഡ് ബാഗ് വെറുതെ ഒന്ന് തുറന്ന ആളാണ്. ഞാൻ എഴുതി വെച്ച ആത്മഹത്യാക്കുറിപ്പ് അവൻ കണ്ടു. ഓളൊരു ഫ്രണ്ടിൻ്റെ ഭർത്താവാണ് ഈ മോഹനെ. കണ്ടു. പോയി മോളെ ഒന്ന് തുറന്നാണ്. ഞാൻ എഴുതി വെച്ച ആത്മഹത്യക്കുറിപ്പ് അവൻ കണ്ടു. വായിച്ചു. മൊയ്തീന് നൽകി. മൊയ്തീനും അത് വായിച്ചു. ഞാൻ അറിഞ്ഞില്ല. ഓഫീസറോട് പറഞ്ഞ് രാഗിയെ കൂട്ടി ഞാൻ ഒരിടം വരെ പോവുകയാണ്.